നമസ്തേ. ഇന്ന് സനാതന ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സനാതന ധർമ്മത്തെ നശിപ്പിക്കണം. സനാതന ധർമ്മമാണ് എല്ലാത്തിനും കുഴപ്പമായ സാധനം. ഇത് അശ്ലീലമാണെന്നൊക്കെ പറയുന്ന കാലമാണല്ലോ. സത്യത്തിൽ സങ്കടം വരും. ഇവരൊക്കെ എന്താണ് ഈ വാനരന്മാരെന്തറിഞ്ഞു പ്രഭു എന്ന് പറഞ്ഞ പോലെ ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഉണ്ടാവുന്ന ഒരു കുഴപ്പമെന്നാണ് ഇങ്ങനെയൊക്കെ വരണത്. എന്താ ചെയ്യുന്നത്? അത്തരം ആളുകളാണ് ഇപ്പോൾ അധികാര സോപാനം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പോലുള്ള പ്രജകൾ ഇതൊക്കെ കണ്ടും കേട്ടും അനുസരിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഇത് ധാരേ ധർമ്മ, ഈ സമായത്തെ നിലനിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് എല്ലാമാണ്. നിലനിർത്തുന്നത് എന്നൊക്കെയാണ്. ഇപ്പൊ കുട്ടിക്കൃഷ്ണന്മാരാർ പറയും നിലനിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് എന്നൊക്കെ പറയും മലയാളത്തിൽ. ഇത് ധാരേ ധർമ്മ എന്ന് സംസ്കൃതത്തിൽ പറയും. അപ്പൊ അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നു, അവൻ വളരുന്നു, അവൻ കുട്ടികൾ ഉണ്ടാവുന്നു, അവൻ ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇതാണ് മനുഷ്യനും മൃഗങ്ങളും ഒക്കെ എല്ലാ ജീവിജാലങ്ങളും. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഈ യാത്രയ്ക്ക്, അതായത് നമ്മളുടെ ഒരു ഹൈന്ദവ താല്പര്യമനുസരിച്ചിട്ട് ജനിക്കേണ്ടത് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യനും. അതിനുവേണ്ടിയാണ് ജനിക്കണത്. അപ്പൊ ഈ യാത്രയ്ക്ക് ഒരുത്തൻ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരുത്തൻ തടസ്സപ്പെടുത്താൻ പാടില്ല. തടസ്സപ്പെടുത്തുന്ന അധർമ്മമായിട്ട് തീരും. ഒരുവന് നല്ലതും അന്യൻ അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി എന്ന് പറയും, ഗുരുദേവൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് എന്റെ യാത്രയിൽ ഞാൻ പോകുമ്പോൾ മറ്റുള്ളവന്റെ കാലിൽ കയറി ചവിട്ടരുത്, അവന്റെ കാലിന് ഇടകാല് വെച്ച് അവനെ മറച്ചു കടിക്കരുത്, അവനെ തടയരുത്. ഈ തടഞ്ഞു കഴിഞ്ഞാൽ അധർമ്മമായിട്ട് തീരും. ഈ അധർമ്മം ആത്മവിരോധിയാണ്. ഈ അധർമ്മം എന്റെ കൂടി ഈ മോക്ഷത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കും, അവന്റെയും തടസ്സം ഉണ്ടാക്കും. അപ്പൊ അത് സമാജത്തിന് സംഘർഷം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. അത് മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് കാരണമായി തീരും. അതൊരു അവ്യവസ്ഥയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ഈ യാത്രയിൽ മറ്റൊരുത്തനും തടസ്സം ഉണ്ടാക്കരുത്. ഇതിനെയാണ് നമുക്ക് വളരെ പച്ച മലയാളത്തിൽ ലളിതമായിട്ട് ഇതിനെയാണ് ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സനാതനമാണ്. ലോകമുള്ള കാലത്തോളം ഇത് ഇങ്ങനെ തന്നെ വേണം. ഇപ്പൊ അമേരിക്കയായാലും ഇംഗ്ലണ്ടായാലും ജർമ്മനിയിലായാലും കേരളത്തിലായാലും എവിടെയായാലും ഇങ്ങനെ തന്നെ പോയാൽ മാത്രമേ സംഘർഷമില്ലാത്ത സമാജത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് മതമായിട്ട് ബന്ധം ശാശ്വതമാണ്. ഇതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് പലപ്പോഴും ഈ സമാജത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിന് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല. അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ കൃത്യമായി പോകുന്ന ആളുകളാണ് തൊഴുന്നതായിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ സഹോദരൻ ഇപ്പം പറയും, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ധർമ്മം വേണം, ധർമ്മം വേണം, ധർമ്മം വേണം മനുഷ്യൻ. ഇതാണ് സത്യമായ കാര്യം. അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസിയോ അമ്പലത്തിൽ പോകുന്ന ആളായിരുന്നില്ല സഹോദരൻ. ഇപ്പൊ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു. പക്ഷെ എന്ത് വേണം? ധർമ്മം വേണം, ധർമ്മം വേണം, ധർമ്മം വേണം നമ്മുടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ഗുരുദേവൻ എഴുതിയ അനവധി കൃതികൾ എഴുതുന്നത് ഏറ്റവും ഈടുത്ത കൃതി എന്ന് പറയുന്നത് ധർമ്മം എന്നാണ് അതിന്റെ പേര്. 4 വരിയുള്ളൂ. പേര് ധർമ്മം എന്നാണ്. ധർമ്മത്തെക്കുറിച്ച് 4 വരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരുദേവൻ സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ, അത് ഗുരുദേവ ധർമ്മ പരിപാലന യോഗമായാലും ധർമ്മസംഘമായാലും, രണ്ടും ധർമ്മത്തിന്റെ ഈ പേര് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. സനാതന ധർമ്മത്തിന് വേണ്ടി ജീവിച്ചയാളാണ് അദ്ദേഹം. അവിടെ ജാതിയും മതവും ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ കൃത്യമായ ഹോസ്പിറ്റലിൽ ഇനി നമ്മൾ അമ്പലത്തിൽ പോവും, ഇതൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് ഈ മറ്റുള്ളവന്റെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അധർമ്മമാണ്. ഇങ്ങനെയാണ് ദുര്യോധനും ദുശാസനും അതുപോലെ രാവണനും കൃഷ്ണനും ഒക്കെ ചെയ്തത്. ഈ രാവണനൊക്കെ വലിയ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വേദത്തെ അഭ്യസിച്ച ആളാ, ഉപനിഷത്തൊക്കെ പഠിച്ച ആളാ. പക്ഷെ അവർ ചെയ്തത് മുഴുവൻ ധർമ്മവിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു. രാക്ഷസാനാം പരോധർമ്മം പരതാരായ മർദ്ദനം. രാവണൻ ഈ ധർമ്മത്തെ വെച്ച് പറഞ്ഞതിനാണ്. രാക്ഷസന്റെ ധർമ്മം എന്ന് പറഞ്ഞത് മറ്റുള്ളവന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടെന്ന് സ്വന്തം ഭാര്യയ്ക്ക് വയ്ക്കുക എന്നുള്ളതാണ്. രാക്ഷസാനാം പരോധർമ്മം പരധാരാദി മർദ്ദനം, ഇതാണ് അവരുടെ ധർമ്മം. പക്ഷെ അത് അധർമ്മമാണ്. അപ്പൊ അധർമ്മം ആത്മവിരോധിയാണ്, ലോകത്തിന്റെ നാശത്തിന് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഈ പറയുന്ന ഒരു സംഘർഷമില്ലാത്ത സമാജത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും അതിനെതിരെ നിൽക്കരുത്. എത്രത്തോളം എന്നെ പോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഇതാണ് ഏത് വിശ്വാസി, ഏത് മനുഷ്യൻ ചെയ്യാനുള്ളത്. ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. ഇത് മുസ്ലിമോ ചെയ്താലും അത് തെറ്റാണ്, ക്രിസ്ത്യാനി ചെയ്താലും തെറ്റാണ്, ഹിന്ദു ചെയ്താലും തെറ്റാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ ആളുകൾക്കില്ല. ഇത് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളില്ല. അതുപോലെ പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ ആളുകൾ തയ്യാറില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷെ ഇത് മനസ്സിലാക്കിയേ പറ്റൂ.
ഇപ്പൊ പണ്ഡിതനായാലും പാമ്പരനായാലും പണക്കാരനായാലും കുബേരനായാലും കുചേരനായാലും മനസ്സിലാക്കിയാലും എന്ത് സംഭവിക്കും? ഇത് മനസ്സിലാക്കിയാലും നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ആളുകൾ എത്തിക്കാനുള്ള അനവധി മാർഗങ്ങൾ പണ്ട് നമ്മളുടെ സമാജത്തില് ഭാരതത്തിൽ അത് അനുവർത്തിച്ചു. അതിനു വേണ്ടിയാണ് ഗീത എഴുതിയതും രാമായണം എഴുതിയതും മഹാഭാരതം എഴുതിയതും ഉപനിഷത്ത് എഴുതിയതും പുരാണങ്ങൾ എഴുതിയതും പാട്ടുകളൊക്കെ എഴുതിയത്. പിന്നെ ഇത് കൂടാണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തതനുസരിച്ച് ജീവിച്ച രാമനെയും കൃഷ്ണനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അമ്പലങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് വേണ്ടിയിട്ടാണ്. അവിടെ കൊണ്ടുവന്നിട്ട് ചുറ്റും ഇത് വരച്ചു വെച്ചതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അവിടെ ഈ ഓട്ടംതുള്ളലും കഥകളിയും അതുപോലുള്ള ഈ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്ന സാഹിത്യങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ അനവധി മാർഗത്തിലൂടെ ഈ ധർമ്മതത്വം കുറച്ചെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ എത്തിക്കാനുള്ള അനവധി പരിശ്രമം നമ്മുടെ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതെല്ലാം വഴിപാട് പോലെയായി മാറി. അതുകൊണ്ട് നമുക്ക് ധർമ്മം എന്താണെന്ന് അറിയാവുന്ന ആളുകൾ വളരെ അപൂർവമായിട്ട് മാറി. എല്ലാവരും ധർമ്മവിരുദ്ധമായ മാർഗത്തിൽ ധർമ്മമാണെന്ന് വിചാരിച്ച് അധർമ്മം ചെയ്യുക. എല്ലാവരും ചെയ്യണത് ധർമ്മമാണെന്ന് ഓർത്താണ്, പക്ഷെ ചെയ്യണത് അധർമ്മമാണ്. അത് ലോകത്തിന് നാശത്തിന് കാരണമായിത്തീരുന്നു. അപ്പോൾ ധർമ്മത്തിലേക്ക് വന്നാൽ മാത്രമേ ലോകത്ത് ശാശ്വതമായ ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ, ഈ ലോകത്തിന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സനാതന ധർമ്മത്തിന് ഒരിക്കലും എതിര് നിൽക്കരുത്. എത്രത്തോളം അതിനെ പോഷിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം പോഷിപ്പിക്കുക. അത് മനുഷ്യന്റെ കടമയാണ്. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ